തെരഞ്ഞെടുപ്പിന് പിന്നാലെ CPIM-ൽ രൂപപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് 24 ബ്രേക്കിംഗ് പരാജയ കാരണങ്ങൾക്കായുള്ള CPIM-ന്റെ വിലയിരുത്തലിൽ ഭരണപരാജയങ്ങളെക്കുറിച്ച് പരാമർശമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായെന്നും വിമതർ പാർട്ടിയെ വഞ്ചിച്ചു എന്നുമാണ് പരാമർശങ്ങൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ മറുപടി ചിരിയിലൊതുക്കി. എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തിരിച്ചു പോവോ? പ്രതിപക്ഷത്തെ നയിക്കാൻ സഖാവിന് വരണമെന്നാണ് എല്ലാരും പറയുന്നത്. പക്ഷെ ഇന്ന് ഉണ്ടാവോ പ്രതിപക്ഷ നേതൃസ്ഥാന പ്രഖ്യാപനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? വലിയ തോൽവി എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇന്നലെ എത്തിയിരുന്നോ? ഇല്ലല്ലേ? മാഷ് ഇന്നലെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, PB യോഗത്തിൽ ഈ പറയുന്നത് പോലെ കേരളത്തിലുണ്ടായ വലിയ തെരഞ്ഞെടുപ്പ് തോൽവി, അതിന് കാരണം ഭരണപരാജയമല്ല എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ LDF യോഗത്തിന് ശേഷം കൺവീനർ TP രാമകൃഷ്ണൻ നടത്തിയൊരു പ്രതികരണമാണ്. അതായത് ന്യൂനപക്ഷ ഏകീകരണം പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ എതിരായിട്ട് ഉണ്ടായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നു ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി അല്ലെങ്കിൽ കൂടുതലായി UDF-ലേക്ക് പോയിട്ടുണ്ട്, അതാണ് തോൽവിക്കിടയാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളതാണ്. എന്താണ് ഇന്ന്, ഏത് രീതിയിലാണ് ചർച്ചകൾ നടന്നത്, എന്താണ് അവസാനത്തിൽ ഒരു തീരുമാനമായി പാർട്ടി പറയുന്നത്? പ്രജിൻ അഫിദ, ഇന്നലെയുമായി പോളിറ്റ് ബ്യൂറോയിൽ നടന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചുള്ള പ്രാഥമിക അവലോകനം മാത്രമാണ്. ഇത് സംസ്ഥാന സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഭരണ പരാജയം വിലയിരുത്തുന്നില്ല എന്നതിനപ്പുറത്തേക്ക് 10 വർഷം മികച്ച ഭരണം നടത്തിയിട്ടും തിരിച്ചടിയേറ്റു എന്ന ഒരു വിലയിരുത്തലാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് അനുകൂലമായി സംസ്ഥാന വ്യാപകമായി തന്നെ ഏകോപിപ്പിച്ചത് ആണ് തിരിച്ചടിക്ക് കാരണമായത് എന്ന വിലയിരുത്തൽ ഈ ഒരു റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ വിമതരുടെ പങ്ക് സംബന്ധിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. വിമതർ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ഉണ്ടായത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടിയുണ്ടായി. വിമതർ നടത്തിയത് ആസൂത്രിതമായ നീക്കമാണ് എന്നുള്ള വിലയിരുത്തലും പാർട്ടി സംസ്ഥാന ഘടകം നടത്തുന്നു. അതിൽ ഈ ഓരോ വിമതർ മത്സരിച്ച മണ്ഡലങ്ങളിൽ പരാജയ കാരണം വ്യത്യസ്തങ്ങളായിരുന്നു എന്ന വിലയിരുത്തലാണ് ഉള്ളത്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന വിലയിരുത്തൽ ഉണ്ട്. ആത്മവിമർശനം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തളിപ്പറമ്പിൽ വ്യത്യസ്തമായിക്കൊണ്ട് അവിടെ UDF-ന് അനുകൂലമായി വോട്ടുകൾ പുതിയതായി ചേർക്കപ്പെട്ടു, വ്യാപകമായി ചേർക്കപ്പെട്ടു. അവസാന ഘട്ടത്തിൽ പോലും 19,000-ഓളം വോട്ടുകൾ ചേർത്തിരുന്നു UDF. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം, വോട്ടിൽ മേൽക്കൈ ലഭിച്ചിരുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് TK ഗോവിന്ദൻ പക്ഷം മാറിയത്. അതിനായുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്ന വിലയിരുത്തലാണ് സംസ്ഥാന പാർട്ടിക്ക് ഉള്ളത്. സമാനമായി തന്നെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധനകൾ അടുത്ത ഘട്ടത്തിൽ നാളെയും മറ്റന്നാളും ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളും തുടർന്ന് താഴെത്തട്ടിൽ നടക്കുന്ന ചർച്ചകളിലും ഉണ്ടാകും. എന്തായാലും പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് ചോർന്നിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന ഘടകം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രജിൻ അഫിദ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.